തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരായ കടുത്ത വിമർശനങ്ങൾ തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ പാളിച്ച പറ്റിയെന്നും ചില നേതാക്കൾ സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി തീരുമാനിച്ചെന്നും വിമർശനമുയർന്നു. പാർട്ടി കമ്മിറ്റികളിലെ വിമർശനങ്ങൾ സ്വാഭാവികമെന്ന് EP ജയരാജൻ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. സ്വാഭാവികമാണ്, പാർട്ടിക്കകത്ത് ചർച്ചകളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. വിമർശനം, സ്വയം വിമർശനം, തെറ്റുകൾ കണ്ടെത്തൽ, തിരുത്തൽ, ശരിയായ നില സ്വീകരിക്കൽ, അത് ഞങ്ങളുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ ഒരു പുതിയ സംഭവമായിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാകുക. അല്ല, ഇത് പാർട്ടിയുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. സോഷ്യൽ മീഡിയ സൃഷ്ടി എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. സാധാരണഗതിയിൽ ഒരു പാർട്ടി നടപടിക്രമം അനുസരിച്ച് ആ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരു പാർട്ടി അംഗവും ഇത്തരം കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല. പിന്നെ ഊഹാപോഹം എന്നല്ലാതെ ഞാനെന്ത് പറയാനാ? തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPM പാറശാല ഏരിയ കമ്മിറ്റിയിൽ വിമർശനം. പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും നിലപാടുകൾ തോൽവിക്ക് കാരണമായെന്ന് പാലക്കാട്, നിലമ്പൂർ ഏരിയ കമ്മിറ്റികളിൽ വിമർശനമുയർന്നു. വിനീത VG ഡൽഹിയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനും ഗോകുൽ K വേണുഗോപാൽ ഏരിയ കമ്മിറ്റികളിലെ വിമർശനങ്ങൾ എന്ത് എന്ന രീതിയിൽ വിവരം നൽകാനും തത്സമയം ചേരുകയാണ്. ആദ്യം വിനീത VGയിലേക്ക്. വിനീത, ഗുഡ് ഈവനിംഗ്. കേന്ദ്ര കമ്മിറ്റി, CPM കേന്ദ്ര കമ്മിറ്റി യോഗം അവിടെ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ തന്നെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ അത് ആത്മവിമർശനമായി കാണുന്നു. ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് സംസാരിച്ചത് ആരൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഏത് കോണിൽ നിന്നാണ് ഉണ്ടായത്? പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കളെല്ലാം പ്രതികരിക്കുന്നത് ഈ വിമർശനങ്ങളെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വിമതർ ആസൂത്രിതമായ നീക്കമാണ് നടത്തിയതെന്ന കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ഈ പോളിറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിനെ ചർച്ചകളിൽ അംഗങ്ങൾ തള്ളുകയാണ് ഉണ്ടായത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വൻ പാളിച്ചകൾ പറ്റിയെന്നാണ് ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചില നേതാക്കൾ സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി തീരുമാനിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ കെട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ടായെന്നുമാണ് ഇന്നത്തെ ആദ്യ യോഗത്തിൽ വിമർശനം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നുവെങ്കിൽ, ഉചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിമത നീക്കം ഒഴിവാക്കാമായിരുന്നു എന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റിയിൽ വിമർശനങ്ങളാണ് പുറത്തു വരുന്നതെന്നും അത് പലതും ചില വിമർശനങ്ങളൊക്കെ സമൂഹ മാധ്യമ സൃഷ്ടിയെന്നുമാണ് EP ജയരാജൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇതിൽ നേരത്തെ തുടക്കം മുതൽ തന്നെ ചില നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ചില വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഈ വിമത നീക്കമൊക്കെ കൃത്യമായിട്ടുള്ളൊരു അനുനയ നീക്കമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു ഇടപെടലോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ അത് ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.